CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടരുതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. രോഗത്തിന് മുന്നിൽ നിസ്സഹായരായി പോകുന്നവരെ ചേർത്ത് പിടിക്കുക എന്ന നയമാണ് സർക്കാരിന്റെ മുന്നിലുള്ളതെന്നും മന്ത്രി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം മന്ത്രി നാടിന് സമർപ്പിച്ചു. കരിമ്പുഴപ്പുഴയിൽ നീന്തുന്നതിനിടെ മുങ്ങിത്താഴ്ന്ന 15-കാരനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. കരിമ്പുഴ തെരുവിലെ ഗൗതമാണ് തമിഴ്നാട് സ്വദേശിയായ കുട്ടിയെ രക്ഷിച്ചത്. ഗൗതമന് നാടിന്റെ ആദരം. മഞ്ചേരി നഗരത്തിൽ പെർമിറ്റ് എടുത്ത ഓട്ടോകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികൃതർ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റി മെയ് 22-ന് മഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ. നിപ്പ രോഗബാധിതരുമായി പ്രാഥമിക സമ്പർക്കത്തിലുണ്ടായിരുന്ന 2 പേരുടെ സാമ്പിൾ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. ഇതോടെ 75 പേരുടെ പരിശോധനാ ഫലമാണ് പുറത്തു വന്നത്. ഇനി 5 പേരുടെ പരിശോധനാ ഫലം കൂടി പുറത്തു വരാനുണ്ട്. കരിമ്പുഴ പുഴയിൽ നീന്തുന്നതിനിടെ മുങ്ങിത്താഴുന്ന 15-കാരൻ രക്ഷകനായി യുവാവ്. കരിമ്പുഴ തെരുവ് ഗൗതമാണ് തമിഴ്നാട് സ്വദേശിയായ കുട്ടിയെ രക്ഷിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 4:30-യോടെയാണ് സംഭവം. എന്തായാലും വലിയ ഇങ്ങനത്തെ ഒരു സ്കില്ല് കാട്ടിയതിന് എത്ര അഭിനന്ദിച്ചാലും നമ്മളൊക്കെ പല ഭാഗത്തുനിന്ന് ഓടിയെത്തുമ്പോഴേക്കും ആള് ജീവൻ പോയിട്ടുണ്ടാവും. 5 മിനിറ്റ് സംസാരിച്ചു. ഇവിടുന്ന് വന്നു ചോദിച്ചപ്പോൾ കരിമ്പുഴയില് ഇരുന്ന് വന്നാണ് കണ്ടോ ചോദിച്ചു. 6 പേര് മരിച്ചത്. ഇപ്പൊ എന്താ വേണ്ടറിയോ, അത്യാവശ്യം കണക്കൊരു ഒരു ഫസ്റ്റ് എയ്ഡ് കൂടി പഠിച്ചെങ്കിലും വേണ്ടത്. ഇങ്ങനത്തെ ആളുകളെ പഠിക്കേണ്ടത്. അല്ലാതെ ഒന്നും അറിയാത്തതിന് ഫസ്റ്റ് എയ്ഡ് പഠിച്ചിട്ടൊരു കാര്യമില്ല. ഫസ്റ്റ് എയ്ഡ് പഠിക്കണം, ഫസ്റ്റ് എയ്ഡ് പഠിക്കണം. അതിന് ട്രോമാ കെയർ സന്നദ്ധനാണ്. ഈ അവസരത്തിൽ പറയുന്നു, എനിക്ക് എന്ത് വേണമെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഫസ്റ്റ് എയ്ഡ് അറിയില്ലല്ലോ, മറ്റേ CPR. അതിൽ ഒരുപാട് ഇല്ലേ, ഒരു ബേസിക് അറിയാം. കരിമ്പുഴയിലെ വീട്ടിലേക്ക് വിരുന്നു വന്ന തമിഴ്നാട് സ്വദേശികളായ 3 കുട്ടികളടക്കം 4 കുട്ടികളാണ് കുളിക്കാനെത്തിയത്. ഈ സമയം മീൻ പിടിക്കാനെത്തിയതായിരുന്നു ഗൗതം. അപകട സ്ഥലമാണെന്നും വെള്ളത്തിലിറങ്ങരുതെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും 4 ആൺകുട്ടികളിൽ 2 പേർ വെള്ളത്തിലിറങ്ങി. ഒരു കുട്ടി നീന്തി പുഴയ്ക്ക് നടുവിലുള്ള പാറയിലെത്തി നിന്നു. രണ്ടാമതായി ഇറങ്ങിയ കുട്ടിയാണ് കുറച്ചു നീന്തിയപ്പോൾ അവശനായത്. വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന കുട്ടിയെ കണ്ട് ഗൗതം പുഴയിലേക്കു ചാടി പൊക്കിയെടുത്ത് കരക്കെത്തിക്കുകയായിരുന്നു. സംഭവ സമയത്ത് സ്ഥലത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല. കുട്ടിയെ പിന്നീട് മറ്റു കുട്ടികൾക്കൊപ്പം വീട്ടിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. കപ്പൽ ജീവനക്കാരനായ ഗൗതം അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു. 8 പേർ അടുത്ത കാലത്ത് പാറക്കടവിൽ മുങ്ങി മരിച്ചിരുന്നു. കരിമ്പുഴ പഞ്ചായത്ത് മുന്നറിയിപ്പ് ബോർഡും ഗേറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. പുഴയിലെത്തുന്നവർക്ക് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകാറുണ്ടെന്ന് ഗൗതം പറഞ്ഞു. അപ്പോൾ മീൻ പിടിക്കാൻ വരുമ്പോൾ ഇവിടെ ആരുമില്ല. ഞാൻ വലയും കൊണ്ട് അക്കരെ പോയി അവിടെ വലയിട്ടിരിക്കുമ്പോൾ ഒരു 4 കുട്ടികൾ, ഒരു 15 വയസ്സൊക്കെ പ്രായത്താണ്, കുളിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അവരെ കണ്ടപ്പോഴേക്കും ഞാൻ അവരടുത്ത് ഒന്ന് വാണീന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് വലയിട്ടിട്ട് ഞാൻ ഇക്കരെ വന്നിട്ട് അവരോട് സംസാരിച്ചു. എവിടുന്നാണ് വന്നേ ചോദിച്ചു. അപ്പോൾ കരിമ്പുഴ പാലത്തിൻ്റെ അവിടെ ആരുടെ വീട്ടിലേക്ക് വിരുന്ന് വന്നതാണ്. 3 പേര് തമിഴ്നാട്ടിൽ നിന്ന്, ഒരാൾ മലയാളിയാണ്, തമിഴ് സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ ഞാൻ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. ഇവിടെ ബോർഡൊക്കെ കണ്ടില്ല, 6 പേര് മുമ്പ് ഇവിടെ മരിച്ചതാണ്, എത്ര പേർക്ക് നീന്താറിയും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 2 പേര് ഞാൻ നീന്തുമെന്ന് പറഞ്ഞു. 2 പേര് നീന്താൻ അറിയില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, ഈ കോമ്പൗണ്ട് കഴിഞ്ഞ് താഴത്ത് പോകാൻ പാടില്ല, നല്ല കുണ്ടാണ്, ഇവിടെ ഈ മുട്ടിൻ്റെ വെള്ളത്തിൽ തന്നെ ഇരുന്ന് കുളിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നാമത് ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ പിന്നെ അവരെ കയറി പോകാൻ പറഞ്ഞില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ കുട്ടികൾ ഇവിടെ തന്നെ മുട്ടിൻ്റെ വെള്ളത്തിലിരിക്കുക. അപ്പോൾ ഞാൻ ശരി എന്തായാലും ആ വല പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അക്കരയ്ക്ക് പോയി. ഞാൻ പോയി അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കുട്ടി ഇവിടുന്ന് നീന്തിയിട്ട് ആ നടുക്കിലൊരു പാറ വെള്ളത്തിൻ്റെ അടിയിലുണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. നീന്തി ആ ചെക്കൻ എങ്ങനെ ആ പാറയുടെ അവിടെ എത്തി, ആ പുഴയുടെ നടുക്കിൽ. അവൻ്റെ പിന്നിൽ വേറൊരു ചെക്കനും കൂടി അവൻ്റെ പിന്നാലെ നീന്തി. നീല ഷർട്ട് ബനിയനിട്ട ഒരു ചെക്കൻ നീന്തി പകുതി ദൂരം എത്തുമ്പോഴേക്കും അവൻ ടയേർഡായോ എന്തോ അറിയില്ല, തൊള്ളടാൻ തുടങ്ങി. ഈ കരയിൽ നിൽക്കുന്ന 2 ആളെ വാടാ രക്ഷിക്കുന്നു പറഞ്ഞ് തൊള്ളാൻ തുടങ്ങി. പിന്നെ നീന്തുന്നില്ല, വെള്ളത്തിൽ മുങ്ങി താഴുന്ന അവസ്ഥയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും എനിക്ക് പന്തികേടായി. ഞാൻ അവിടുന്ന് പെട്ടെന്ന് നീന്തി വന്നു. ചെറിയൊരു ലെവലിൽ നീന്താറിയ ചെക്കനായ കാരണം മുങ്ങിപ്പോയില്ല, എനിക്ക് പിടുത്തം കിട്ടിയവിടെ. പിന്നെ അവന് നേരെ കരയെ കൊടുത്തിട്ട് ഇവിടെ ഇരുത്തി. പിന്നെ നടുക്കിൽ ആ പാറയുടെ മുകളിൽ
കയറിയിരുന്ന ചെക്കനും എന്നെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. പിന്നെ നീൻ്റെ അവിടെ പോയിട്ട് ആ ചെക്കനെയും കൂടി വിളിച്ചു കൊടുന്ന് ഇവിടെ ഇരിക്കും. പിന്നെ ഞങ്ങളുടെ നാട്ടുകാരെയും കൂടി ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ആ മുങ്ങിയ ചെക്കനെ കരയിൽ എത്തിക്കുമ്പോഴേക്ക് നാട്ടുകാരെത്തി ഇവിടെ. എങ്ങനെ ന്യൂസ് പോയി, പക്ഷേ എല്ലാവരും ഒരു ടീം വർക്ക് പോലെ കരിമ്പത്തേരിയിൽ എല്ലാവരും. ഇപ്പം ഞാൻ ഈ സ്ഥലത്തില്ല എങ്കിലും നാട്ടുകാരൊക്കെ രക്ഷിക്കുന്നത് ആ ഒരു ലെവലിലായിരുന്നു എല്ലാവരും. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എത്ര പെട്ടെന്ന് നാട്ടുകാരെത്തിയിരുന്നു. CCN കടമ്പഴിപ്പുറം. കരിമ്പുഴ പുഴയിൽ നീന്തുന്നതിനിടെ മുങ്ങിത്താഴ്ന്ന കുട്ടിക്ക് രക്ഷകനായ യുവാവിനെ ട്രോമാ കെയർ നേതൃത്വത്തിൽ ആദരിച്ചു. അവധിക്ക് നാട്ടിലെത്തിയ കപ്പൽ ജോലിക്കാരനായ കരിമ്പുഴ തെരുവിലെ ഗൗതമിനെയാണ് ആദരിച്ചത്. ഗൗതമിന്റെ മനുഷ്യത്വപരമായ രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ട്രോമാ കെയർ ടീം ഗൗതമിനെ ആദരിച്ചു. മണി ശ്രീലക്ഷ്മി, രാജു കരിമ്പുഴ, സൈതലവി, രാജൻ, ഗിരീഷ്, തങ്കവേലു, രവി, മുത്തുകുമാർ, കൃഷ്ണൻ, താമരക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. 6 കുട്ടികൾ ഇതിനകം മരണപ്പെട്ട കരിമ്പുഴക്കടവിൽ സുരക്ഷാ ഗേറ്റും ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിലും വിനോദങ്ങൾക്കായി കുട്ടികളും യുവതീയുവാക്കളും എത്തുന്നുണ്ട്. പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ അറിയിപ്പ് നൽകണമെന്നും ട്രോമാ കെയർ അംഗങ്ങൾ പറഞ്ഞു. 2 കുട്ടികൾ നമ്മുടെ ഒപ്പം വന്ന് ഇവിടെ അപകടത്തിൽപ്പെട്ടത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഗൗതം അതായത് അവരെ അവസരോചിതമായ ഇടപെടൽ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. മാത്രമല്ല അത്തരം ഒരു സ്കില്ലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കമ്മിയാണ്. അതുകൊണ്ട് ഗൗതമിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും ഈ കാര്യത്തിൽ മതി വരില്ല. ട്രോമാ കെയറിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് നമ്മൾ നല്ല രീതിയിൽ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ മെസ്സേജ് കണ്ടിട്ടെങ്കിലും പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ കുട്ടികളൊന്നും ഈ പുഴയെ ആസ്വദിക്കാനും പുഴയുടെ ആഴങ്ങളറിയാതെ വള്ളത്തിൽ വന്നിട്ട് ജീവൻ പൊലിയുന്ന ഒരു അവസരം അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങൾ എല്ലാവരും ഒഴിവാക്കുക. പുറത്തു നിന്ന് ആസ്വദിക്കാനേ പാടുള്ളൂ. വള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള അഭ്യാസം ആരും ചെയ്യരുത്. ഗൗതമിനെമാരിയുള്ള ആളുകൾ എപ്പോഴൊന്നും രക്ഷിക്കാനുണ്ടാവില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. അത് കൊഴിഞ്ഞു പോകും. എന്തായാലും ഗൗതമിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് നമ്മൾ ഷാളാണിയിച്ച് നല്ല രീതിയിൽ അദ്ദേഹത്തിന് നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ട്രോമാ കെയറിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. CCN കടമ്പഴിപ്പുറം. പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടരുതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. രോഗത്തിന് മുന്നിൽ നിസ്സഹായരായി പോകുന്നവരെ ചേർത്ത് പിടിക്കുക എന്ന നയമാണ് സർക്കാരിന്റെ മുന്നിലുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടോദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വീണ ജോർജ്. കെട്ടിടം ഒരുക്കി സംവിധാനങ്ങൾ എക്യുപ്മെന്റ്സ് ഒരുക്കുമ്പോൾ അതിന്റെ പൂർണ്ണ പ്രയോജനം ആളുകൾക്ക് ലഭിക്കണം. എല്ലാവരും അതിനനുസരിച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കണം. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ മുന്നിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ചികിത്സയ്ക്കായിട്ടിരിക്കുന്നത്. എൻ്റെ ലൈഫ് പാർട്ട്ണറാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ മക്കളാണ് എന്ന് കണ്ടാൽ അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ. സ്വന്തം ജീവിതവും അല്ലെങ്കിൽ സ്വന്തം പേഴ്സണൽ കാര്യങ്ങളൊക്കെ വിട്ടുകൊണ്ട് ആശുപത്രികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരാണ് നമ്മുടെ സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ അല്ലാതെ ചില ഒറ്റപ്പെട്ട ആളുകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ എല്ലാവരും ഒരേപോലെ ആ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഒറ്റപ്പാലം പ്രദേശത്തെ ഇവിടെയുള്ള എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം കിട്ടും. ഇവിടെ OP ഉണ്ട്, കാഷ്വാലിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ട്രയൽസ് സംവിധാനം കൂടി ഒരുക്കുകയാണ്. അതായത് ഗ്രീൻ യെല്ലോ സോൺ എന്ന് ഇത് മാറ്റിക്കൊണ്ട് അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ട് ഇവിടെ. അപ്പോൾ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു എമർജൻസി കേസ് എത്തുമ്പോൾ ആ നിലയിൽ വളരെ എമർജൻസി ആയിട്ട് ചികിത്സ ഇന്റർവെൻഷൻ വേണ്ടി ഒരു റെഡ് സോണിലൂടെ പോയി ആ ചികിത്സ നേടും. അല്ലാതെ ആ തീവ്രതയനുസരിച്ച് കാറ്റഗറൈസ് ചെയ്ത് ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രയൽ സംവിധാനം ഒക്കെ ഇവിടെ ഒരുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നിലവിലുള്ള അത് ഒറ്റപ്പാലം ആശുപത്രിയെ ഉൾപ്പെടെയുള്ള എല്ലാ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം DHS ആ ഒരു DHS എത്തിയിട്ടുണ്ട്. ആ ഒരു പരിശോധന കൂടി നടത്താനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്ക് നിലവിലുള്ള സംവിധാനങ്ങൾ അതിന്റെ പൂർണ്ണ തോതിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കിഫ്ബി ഫണ്ടിൽ നിന്നും 11.36 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച OP കാഷ്വാലിറ്റി ബ്ലോക്കുകൾ ഉൾപ്പെടുന്ന കെട്ടിടമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിനെ സമർപ്പിച്ചത്. 3 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. OP കാഷ്വാലിറ്റി ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ലാബ്, ECG സൗകര്യങ്ങളാണ് കെട്ടിടത്തിലുള്ളത്. 1943 ഗവൺമെന്റ് ഡിസ്പെൻസറിയായി ആരംഭിച്ച സ്ഥാപനമാണ് താലൂക്ക് ആശുപത്രിയായി പിന്നീട് മാറിയത്. ദിവസവും 700 മുതൽ 1000 രോഗികൾ വരെ ചികിത്സയ്ക്കെത്തുന്നുണ്ട്. ആശുപത്രിയിലെത്തുന്നവർക്ക് മികച്ച ചികിത്സ നൽകുക എന്ന ലക്ഷ്യം പൂർത്തിയാക്കാൻ ആരോഗ്യ പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. K. പ്രേംകുമാർ MLA ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരും നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി,
വൈസ് ചെയർമാൻ കെ രാജേഷ് തുടങ്ങി ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. CCN ഒറ്റപ്പാലം. മുസ്ലിം ലീഗ് നെല്ലായ പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്ന ദ്വിദിന പദയാത്ര മാവുണ്ടരിയിൽ നിന്നും ആരംഭിച്ചു. ജനവിരുദ്ധ ഭരണത്തിനെതിരെ ജനകീയ പ്രതിഷേധം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പദയാത്ര. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹംസത്ത് മാടാലയാണ് ജാഥ ക്യാപ്റ്റൻ. ഞായറാഴ്ച വൈകുന്നേരം 4-ന് മാവുണ്ടരി സെന്ററിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരാജയം സംഭവിച്ചു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കക്ഷി ഈ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി മുഖം കുത്തി വീഴുകയാണ്. അത് വലിയൊരു ഉദാഹരണമാണ്. അപ്പൊ അതുപോലെ തന്നെ ഇനി ഒരു മൂന്നാമത്തെ തവണ കേരളത്തിൽ ഭരണം ലഭ്യമാവണമെന്നാണ് BJP ആഗ്രഹിക്കുന്നത്. ഒരു തവണ കൂടി മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കട്ടെ. ആ മാർക്സിസ്റ്റ് പാർട്ടിയെ ഭരണത്തിലേറ്റാൻ വേണ്ടി ചെയ്യാൻ കഴിയാവുന്നത് ചിലപ്പോൾ BJP ചെയ്യും. മാവുണ്ടരിൽ നിന്നും ആരംഭിച്ച് മോളൂർ വരെയാണ് ആദ്യ ദിവസം ജാഥ നടത്തിയത്. ഹംസത്ത് മാടാല ജാഥ ക്യാപ്റ്റനും KP മുഹമ്മദ് വൈസ് ക്യാപ്റ്റനും മാടാല മുഹമ്മദ് അലി ഡയറക്ടറും ഉനൈസ് മാരായമംഗലം ജാഫർ മോളൂർ എന്നിവർ കോർഡിനേറ്ററുമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഭരണനയങ്ങൾക്കെതിരെയാണ് ജനകീയ പ്രതിഷേധം എന്ന പ്രമേയവുമായി മുസ്ലിം ലീഗ് നെല്ലായ പഞ്ചായത്ത് കമ്മിറ്റി ജാഥ നടത്തുന്നത്. തച്ചങ്ങാട്, അരീക്കൽപ്പടി, വളയംമൂച്ചി, ഇരുമ്പാലശ്ശേരി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം നെല്ലായിൽ ജാഥ സമാപിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം 4:30-ന് മേലെ പൊട്ടച്ചിറയിൽ നിന്നും ആരംഭിച്ച് മോസ്കോ പൊട്ടച്ചിറ, ബീവിപ്പടി, പേങ്ങാട്ടിരി, കൃഷ്ണപ്പടി എന്നിവിടങ്ങൾക്ക് ശേഷം മോളൂരിൽ. കുടുംബശ്രീ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ MP രാജേഷ് പുരസ്കാരം സമ്മാനിച്ചു. സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ ADS ആയി തിരഞ്ഞെടുക്കപ്പെട്ട പുന്നാമ്പറമ്പ് ADS, മികച്ച രണ്ടാമത്തെ കുടുംബശ്രീ യൂണിറ്റായ ഭാഗ്യശ്രീ അയൽക്കൂട്ടം എന്നിവരാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി MP രാജേഷ് പുരസ്കാരം സമ്മാനിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ C ഹരിദാസൻ, CDS അധ്യക്ഷ T സൗമ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. CCN കടമ്പഴിപ്പുറം. മണ്ണൂർ കമ്പിപ്പടിയിൽ റബ്ബർ ഷീറ്റും അടക്കയും കുരുമുളകും മോഷ്ടിച്ച സംഭവത്തിൽ സൈനികനെ ശ്രീകൃഷ്ണപുരത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മണ്ണമ്പത്ത് റോഡിലെ വ്യാപാര സ്ഥാപനത്തിലാണ് മോഷണ മുതൽ വിൽപ്പന നടത്തിയത്. വടശ്ശേരി സ്വദേശി 30 വയസ്സുള്ള അരുണിനെയാണ് മങ്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. വേങ്ങശ്ശേരിയിലെ ഹരീഷ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ കടയുടെ പൂട്ടുപൊളിച്ചാണ് ഇയാൾ റബ്ബർ ഷീറ്റും അടക്കയും കുരുമുളകും മോഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. മോഷ്ടിച്ചെടുത്ത സാധനങ്ങൾ ശ്രീകൃഷ്ണപുരത്തെ മണ്ണമ്പറ്റ റോഡിലെ പ്രസാദിന്റെ ഉടമസ്ഥതയിലുള്ള NA ട്രേഡേഴ്സ് എന്ന വ്യാപാര സ്ഥാപനത്തിലാണ് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നത്. അതിൽ 249 കിലോ റബ്ബർ ഷീറ്റ്, 5 കിലോ കുരുമുളക്, 8 കിലോ അടക്ക എന്നിവയാണ് ഉണ്ടായിരുന്നത് എന്ന് കടയുടമ പ്രസാദ് പറഞ്ഞു. 50,000 രൂപ അരുണിന് ഗൂഗിൾ പേ വഴി നൽകുകയും ചെയ്തു. ഇന്നലെ രാവിലെ ഈ റബ്ബർ ഷീറ്റ് രാവിലെ ഒരു 8-9 മണി തോന്നുന്നു. ഏതാണ്ട് സമയം കറക്റ്റ് അല്ല പറയുന്നത്. ആ സമയത്ത് മൂപ്പര് കടക്കാരുടെ കട്ടുപറ ഷീറ്റ് കൂടെ കൊണ്ടുവന്നാണ്. അതിൻ്റെ തെളിവെടുപ്പായിട്ട് പോലീസുകാർ ഇവിടെ വന്നതാണ്. അപ്പോൾ 20 തിരിച്ചെടുത്ത് പോലീസുകാർ കൂടി. ഏകദേശം എത്ര രൂപ സാധനം ഉണ്ടായിരുന്നു? 50,000 രൂപ. അത് ഇവിടെ വിൽക്കുകയാണോ ചെയ്തത്? അത് അങ്ങോട്ട് ഇവിടെ തരാണ് ചെയ്തത്. വിൽക്കാൻ വേണ്ടി തന്നാണ്. അപ്പോൾ ചേട്ടൻ ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നോ? അത് ഫണ്ട് തിരിച്ചു കിട്ടിയോ? അവധി കഴിഞ്ഞ് അരുണാചൽ പ്രദേശിലെ പട്ടാള ക്യാമ്പിലേക്ക് മടങ്ങാനിരിക്കെയാണ് പ്രതി പിടിയിലായത്. സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ഇത് മറികടക്കാനാണ് മോഷണം നടത്തിയതെന്നുമാണ് അരുൺ പോലീസിനോട് പറഞ്ഞത്. ഞങ്ങൾ മങ്കര പോലീസ് സ്റ്റേഷനിൽ കമ്പനിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് റബ്ബർ ഷീറ്റ്, കുറച്ച് കുരുമുളക്, അടയ്ക്ക എന്നുള്ള സാധനങ്ങൾ മോഷണം പോയത്. അതിൻ്റെ റിക്കവറി ആയിട്ട് ബന്ധപ്പെട്ട് വന്നാണ് ഇവിടെ മണ്ണമ്പറ്റ ഉള്ളൊരു കടയിൽ ആ സാധനങ്ങളെല്ലാം റിക്കവറി ചെയ്ത് കൊണ്ടുപോകുന്നത്. മങ്കര പോലീസ് SI ഉദയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശ്രീകൃഷ്ണപുരത്തെത്തി തെളിവെടുപ്പ് നടത്തിയത്. CCN കടമ്പഴിപ്പുറം. ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2025 ഗോൾഡ് മെഡൽ നേടിയ അഖിലയ്ക്ക് മണ്ണാർക്കാട് സ്വീകരണം നൽകി. കേരള ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ മണ്ണാർക്കാട് താലൂക്ക് കമ്മിറ്റി ഗോൾഡ് മെഡൽ ജേതാവിനെ അനുമോദിച്ചു. ഉത്തരാഖണ്ഡിലെ ദേരൻഡൂണിൽ നടന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് 2025 ജൂനിയർ 43 കിലോ വിഭാഗത്തിൽ ഇന്ത്യക്ക് വേണ്ടി 280 കിലോ ഭാരം ഉയർത്തിയാണ് അഖില ഗോൾഡ് മെഡൽ നേടിയത്. ഞാനിപ്പോൾ 5 വർഷത്തോളമായിട്ട് പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഞാൻ സ്റ്റേജിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ബ്രോൺസ് മെഡൽ ആയിരുന്നു. അതിനുശേഷം എല്ലാ കോമ്പറ്റീഷനും എനിക്ക് ഗോൾഡ് തന്നെ ആയിരുന്നു. ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും ഗോൾഡ് ആയിരുന്നു. പിന്നെ 2-3 പ്രാവശ്യം തന്നെ ഞാൻ നാഷണൽസ് പോയിട്ടുള്ളൂ.
അതിലെനിക്ക് ഫസ്റ്റ് പോയ നാഷണൽസിൽ എനിക്ക് ബ്രോൺസ് മെഡലായിരുന്നു. പിന്നെ 2 കോമ്പറ്റീഷനും ബ്രോൺസ് മെഡലായിരുന്നു. പിന്നെ സൗത്ത് ഇന്ത്യൻ ചെയ്തിട്ടുണ്ട്, അതിലെനിക്ക് സിൽവർ മെഡലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാനിപ്പോൾ ഏഷ്യൻ പോയതിന് ഞാൻ നാഷണൽ പോയി എനിക്ക് ബ്രോൺസ് മെഡലായിരുന്നു. അതിനുശേഷം മെഡലടിച്ച എല്ലാവർക്കും ഏഷ്യൻ്റെ സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ എനിക്ക് സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് എൻ്റെ 43 ജൂനിയറിൽ എനിക്ക് ഗോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇൻ്റർനാഷണൽ എനിക്ക് സെലക്ഷൻ കിട്ടിയത്. അതിപ്പോൾ ഇൻ്റർനാഷണൽ പോയിട്ട് എനിക്ക് ഗോൾഡ് മെഡലാണുള്ളത്. കേരള ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ മണ്ണാർക്കാട് താലൂക്ക് കമ്മിറ്റി ഗോൾഡ് മെഡൽ ജേതാവിന് സ്വീകരണം നൽകി അനുമോദിച്ചു. KBA ജില്ലാ ട്രഷറർ ഷീജ രാജേഷ്, താലൂക്ക് പ്രസിഡന്റ് വിജയകുമാരി, സെക്രട്ടറി രജനി, ബുഷറ, സാവിത്രി, വർഷ എന്നിവരും പങ്കെടുത്തു. മണ്ണാർക്കാട് MES കോളേജിൽ 3ാം വർഷ ബിരുദ പഠനം നടത്തിവരുന്ന അഖിലയ്ക്ക് കേന്ദ്ര സർക്കാർ ജോലി ലഭിക്കണം എന്നതാണ് ആഗ്രഹം. KBA മണ്ണാർക്കാട് താലൂക്ക് ട്രഷറർ കൂടിയായ മണ്ണാർക്കാട് 1ാം മൈലിലെ കുന്നംപുറത്ത് സൗമ്യയുടെ മകളാണ് അഖില. ഏതൊരു മത്സരത്തിൽ പങ്കെടുത്താലും മെഡൽ നേടി വരുന്ന മകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കഴിയുന്നത്ര ശ്രമിച്ചിട്ടുണ്ടെന്നും വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നതിന് യോഗ്യത നേടിയിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നതിൽ വിഷമം ഉണ്ടെന്നും അമ്മ സൗമ്യ പറഞ്ഞു. എൻ്റെ മോൾക്ക് ഇന്റർനാഷണൽ ലെവൽ, അതായത് ഏഷ്യൻ പവർ ലിഫ്റ്റിംഗിൽ ഫസ്റ്റ് ഗോൾഡ് മെഡൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏതൊരു മത്സരത്തിന് പോയാലും അവൾ മെഡലും കൊണ്ട് തന്നെയാണ് വരാറുള്ളൂ. എല്ലാത്തിനും സൗത്ത് ഇന്ത്യ ലെവലിലാണെങ്കിലും എല്ലാ മേഖലകളിലും അവൾ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മുൻപേ അവൾക്ക് വേൾഡിൽ പോകാൻ വേണ്ടി സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് 5 ലക്ഷം രൂപ ചെലവ് വരുന്ന എഴുതിയിട്ട് ഞാൻ വിട്ടില്ല. സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിലാണ്. ഈ ഒരു പ്രാവശ്യം പോകാൻ തന്നെ ഡെറാഡൂണിൽ വെച്ച് മത്സരത്തിന് പോകാൻ തന്നെ 1.5 ലക്ഷം രൂപയോളം നമുക്ക് ചെലവ് വരുന്നുണ്ട്. അത് അവളുടെ ആഗ്രഹമല്ലേ എന്ന് എഴുതിയിട്ടാണ് ഞാൻ അതിന് മുൻതൂക്കം കൊടുത്തത്. അവൾക്ക് ഈ മെഡൽ കിട്ടിയതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. CCN മണ്ണാർക്കാട്. മലപ്പുറം ജില്ലാ ഹോമിയോപ്പതി വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലോക ഹോമിയോപ്പതി ദിനാഘോഷം സംഘടിപ്പിച്ചു. കുന്നുമ്മൽ പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. ഹോമിയോപ്പതി ചികിത്സയുടെ പ്രാധാന്യം സാധാരണക്കാരിൽ എത്തിക്കാൻ കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും വകുപ്പിന്റെ വിവിധ പദ്ധതികൾ താഴെത്തട്ടുകളിലേക്ക് എത്തിക്കാൻ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ കൂടുതൽ അവബോധം നൽകണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അടിസ്ഥാന സൗകര്യത്തിലും ചികിത്സയുടെ കാര്യത്തിലും ജില്ലയിലെ ഹോമിയോപ്പതി ആശുപത്രികൾ മികച്ച നിലവാരത്തിലാണ്. മറ്റു ജില്ലകളിലുള്ളവർ പോലും മുണ്ടുംപറമ്പിലെ ജില്ലാ ആശുപത്രിയിലും വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രിയിലും ചികിത്സയ്ക്ക് എത്തുന്നുണ്ട്. ഇതിനാൽ വണ്ടൂർ ആശുപത്രിയിൽ 19 പേ വാർഡ്, ലിഫ്റ്റ്, 50 കിടക്കകൾ എന്നിവയ്ക്ക് പ്രപ്പോസൽ അനുവദിച്ചതായും ജൂൺ ആദ്യവാരം ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടക്കുമെന്നും MK റഫീഖ പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി കൂട്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്തു. അതുപോലെ തന്നെയാണ് നമ്മൾ വണ്ടൂരിൽ, കാരണം ടെലിമെഡിസിൻ സംവിധാനമൊക്കെ നമ്മൾ വണ്ടൂരിൽ വളരെ നല്ല രീതിയിൽ പോകുന്നു. അതിൻ്റെ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ വണ്ടൂരിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകളാണ്. അപ്പോൾ ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകൾ, പക്ഷെ തിരുവനന്തപുരത്തുള്ള ഒരു പേഷ്യൻറ്റിന് നമ്മൾ വണ്ടൂരിലേക്കൊക്കെ വന്ന് ഡോക്ടറെ കണ്ട് തിരിച്ചു പോകാൻ ഒരു പക്ഷേ വലിയ പ്രയാസം. ആദ്യത്തെ ഒരു ദിവസമൊക്കെ വരും, അല്ലെങ്കിൽ ഒരു തവണയൊക്കെ വരും. പിന്നീട് ഡോക്ടറുമായി ഇവർ വാട്സപ്പ് കോളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൂടെ കോൾ ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെഡിസിൻ നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കൊടുക്കുന്ന സംവിധാനം കൂടി നമ്മുടെ വണ്ടൂരിലുണ്ട്. അതോടൊപ്പം വണ്ടൂരിൽ 19 പേ വാർഡ് ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കി കൊടുത്ത് ജൂണിൽ ഞങ്ങൾ കഴിഞ്ഞ HMC കൂടിയപ്പോൾ പറഞ്ഞത് ഒരു ജൂൺ ആദ്യവാരത്തോടു കൂടി അത് ഉദ്ഘാടനത്തിൽ വരികയാണ്. അപ്പോൾ ഈ പേ വാർഡ് മുകളിലായതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിനൊക്കെ കയറാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലിഫ്റ്റ് സംവിധാനം ഉണ്ടാക്കി അതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഒപ്പം 50 കിടക്ക കൂടി 50 ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രപ്പോസൽ നമ്മൾ സർക്കാരിലേക്ക് കൊടുക്കാൻ അതൊരു പ്രമേയ രൂപത്തിൽ നമ്മൾ ജില്ലാ പഞ്ചായത്ത് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്തിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ജില്ലാ ഹോമിയോപ്പതി ആശുപത്രി സൂപ്രണ്ടും DMOയുടെ ചുമതലയുമുള്ള ഡോക്ടർ PK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ മികച്ച പ്രൈവറ്റ് ഡോക്ടർക്കുള്ള അവാർഡ് ഡോക്ടർ SG ബിജു ഏറ്റുവാങ്ങി. തുടർന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK ജയരാജ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഡോക്ടർ വിനു കൃഷ്ണന്റെ നേതൃത്വത്തിൽ ഡോക്ടർ സാമുൽ ഹനുമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഹോമിയോപ്പതി വകുപ്പിന്റെ വിവിധ പ്രൊജക്ടുകളായ ജനനി, സീതാലയം, പുനർജനി, തൈറോയിഡ്, റീച്ച്, സദ്ഗമയ, ആയുഷ്മാൻ ഭവ, റുമാറ്റിക് OP, അലർജി, ആസ്മ ക്ലിനിക് എന്നിവയെക്കുറിച്ച് ഡോക്ടർ KK സഫ്ന ക്ലാസ് എടുത്തു.
പരിപാടിയിൽ മഞ്ചേരി നഗരസഭ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മുബഷിറ, ഡോക്ടർ അഭിലാഷ് റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ദിനാചരണത്തിന്റെ ഭാഗമായി മുണ്ടുംപറമ്പിലെ ജില്ലാ ആശുപത്രിയിൽ സൗജന്യ തൈറോയ്ഡ് പരിശോധന തിങ്കളാഴ്ച മുതൽ നടത്തും. ഇതിനുള്ള ടോക്കണുകൾ ആശാവർക്കർമാരിൽ നിന്ന് ലഭിക്കും. CCN മലപ്പുറം. മഞ്ചേരി നഗരത്തിൽ പെർമിറ്റ് എടുത്ത ഓട്ടോകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികൃതർ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റി മെയ് 22 മഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിൽ നഗരസഭ അനുവദിച്ച 28 ട്രാക്കുകളിലായി 1567 ഓട്ടോകളാണ് പെർമിറ്റ് എടുത്ത് സവാരി നടത്തുന്നത്. ഈ ഓട്ടോകൾക്ക് തന്നെ സ്ഥലപരിമിതി കാരണം ട്രാക്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇതിനിടെ ഇലക്ട്രിക് ഓട്ടോകൾ ടൗണിൽ സവാരി തുടങ്ങി. എന്നാൽ ഇലക്ട്രിക് ഓട്ടോകൾക്ക് ആവശ്യമായ രേഖകളോ പെർമിറ്റോ അധികൃതർ നൽകിയിട്ടില്ലെന്നും ഇത് പരമ്പരാഗത ഓട്ടോ തൊഴിലാളികൾക്ക് പ്രയാസം സൃഷ്ടിക്കുകയാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. പ്രശ്നം ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്നും ഇതോടെയാണ് ഓട്ടോ തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചതെന്നും ഭാരവാഹികൾ അറിയിച്ചു. പെർമിറ്റ് നൽകേണ്ട എന്നാണ് ചെറിയ തീരുമാനമാണ്. അതായത് മഞ്ചേരി തിരക്കേറിയതും 1600 വണ്ടികൾ പെർമിറ്റ് ഉള്ളതും കാരണം അവർക്ക് ഉള്ള വണ്ടികൾക്ക് തന്നെ സ്ഥല സൗകര്യ ട്രാക്കോ നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. 300 വാഹനങ്ങൾക്ക് ട്രാക്ക് അനുവദിച്ചുള്ളൂ. അതുകൊണ്ട് പുതിയ സ്റ്റാൻഡുകളോ സ്ഥലങ്ങളോ കണ്ടെത്തുകയാണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മുൻഗണന നൽകാം. പുതിയ ഓട്ടോ സ്റ്റാൻഡുകൾ പാർക്കിംഗ് സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനും റവന്യൂ ട്രാഫിക് PWD വകുപ്പുകളെ ചുമതലപ്പെടുത്തി. ഇതാണ് അതിൽ തീരുമാനം. അതും തരാം. ഈ തീരുമാനം ഞങ്ങൾ കൊണ്ടുകൊടുത്തു. അപ്പൊ അവർ പറയുന്നത് ഇതിൽ അവർക്ക് ട്രാക്ക് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പോലീസേ. ട്രാക്ക് കൊടുക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരാളെ വെക്കാം അവിടെ. ആ ട്രാക്കിന്റെ മുന്നിൽ ഒരാളെ വെച്ചു. ആളെ വെച്ചിട്ട് എന്താ അവരവിടെ ഓടുന്നുണ്ട്. അതും ഞങ്ങൾ പറഞ്ഞു. പോലീസ് ഡ്യൂട്ടിക്ക് ഒരാൾ വെച്ചു. ഈ ഇലക്ട്രിക് വാഹനങ്ങൾ കാണുന്നില്ല. അപ്പൊ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ അവിടെ ഒന്ന് ട്രാക്കിലിട്ടാണ്. പെർമിറ്റ് ഇല്ല, ബോണറ്റില്ല, ഒന്നുമില്ല. നഗരസഭ പെർമിറ്റ് കൊടുത്തിട്ടില്ല. 3-4 വണ്ടികൾ അവിടെ ഇടുന്നു. ഈ വണ്ടികൾക്കെതിരെ നടപടി എടുക്കാൻ മഞ്ചേരി പോലീസ് സ്റ്റേഷന് ഇതുവരെ സാധിച്ചിട്ടില്ല. വാർത്താ സമ്മേളനത്തിൽ ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ P. സുനീർ അലി, ട്രഷറർ മുഹമ്മദ് പത്തിരിയാൽ, കമ്മിറ്റി അംഗങ്ങളായ T. നിഷാദ്, VP നസ്രുദ്ദീൻ, C. അസ്ലം, C. രാജൻ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. നിപ്പ രോഗബാധിതയുമായി പ്രാഥമിക സമ്പർക്കത്തിലുണ്ടായിരുന്ന 2 പേരുടെ സാമ്പിൾ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. ഇതോടെ 75 പേരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. ഈ 5 പേരുടെ പരിശോധനാ ഫലം കൂടി പുറത്തുവരാനുണ്ട്. അതേസമയം മിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 65-കാരിയെ പനി, തൊണ്ടവേദന എന്നീ ലക്ഷണങ്ങളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ICUവിൽ പ്രവേശിപ്പിച്ചു. ഇവരുടേതടക്കമാണ് കഴിഞ്ഞ ദിവസം നെഗറ്റീവായ 2 ഫലങ്ങൾ. കുറ്റിപ്പുറം സ്വദേശിയായ 27-കാരിയെയും ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 166 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇവരെ നിരീക്ഷിച്ചു വരികയാണ്. ഇവരിൽ 65 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും 101 പേർ ലോ റിസ്ക് വിഭാഗത്തിലുമാണ്. അതേസമയം നിപ്പ സ്ഥിരീകരിച്ച രോഗി പെരിന്തൽമണ്ണ EMS ആശുപത്രിയിലെ ICUവിൽ തുടരുകയാണ്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 3 പേരും എറണാകുളം മെഡിക്കൽ കോളേജിൽ ഒരാളുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. CCN മലപ്പുറം. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് 690 കുടുംബങ്ങൾക്കായി നിർമ്മിച്ചു നൽകുന്ന വീടുകളിൽ ഓരോ പഞ്ചായത്തിൽ നിന്നും ഓരോ വീടിന്റെ താക്കോൽ ദാനം മെയ് അവസാന വാരത്തിൽ നടക്കും. ഇത് സംബന്ധിച്ച പ്രഖ്യാപനവും രേഖകളുടെ കൈമാറ്റവും പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം നിർവഹിച്ചു. അമ്മിനിക്കാട് ഒടമല പാറൽ റോഡ് BM&BC ചെയ്താണ് നവീകരിച്ചത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ വളാങ്കുളം ജംഗ്ഷനിൽ തുടങ്ങി പാലക്കാട് പെരിന്തൽമണ്ണ സംസ്ഥാന പാതയിൽ അവസാനിക്കുന്നതാണ് റോഡ്. 3 കോടി രൂപ ചെലവിട്ടാണ് നവീകരിച്ചത്. വട്ടപ്പറമ്പ് പാറക്കണ്ണി റോഡും 3 കോടി രൂപ ചെലവഴിച്ചാണ് BM&BC ചെയ്ത് നവീകരിച്ചത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ വട്ടപ്പറമ്പിൽ നിന്നും ആരംഭിച്ച് തെക്കേപ്പുറം ജംഗ്ഷനിൽ അവസാനിക്കുന്ന പാതയ്ക്ക് 6 കിലോമീറ്റർ നീളമുണ്ട്. 2 റോഡുകളുടെയും ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. ആര്യമ്പറമ്പിൽ നടന്ന ശിലാസ്ഥാപന ചടങ്ങ് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. 5,84 ലക്ഷം രൂപ ചെലവഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുഴുവനായും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്താണ് ചെലവഴിച്ചത് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഇതിൽ 2,76 ലക്ഷം കേന്ദ്ര സംസ്ഥാന വിഹിതമുണ്ട്. 2 കോടി രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതുണ്ട്. അപ്പോൾ 4,76 ലക്ഷം കഴിച്ച് ബാക്കിയുള്ള ഭാഗം ജില്ലാ പഞ്ചായത്തിൻ്റെയും വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെയുമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു മഹത്തായ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ലക്ഷ്യം. അത് ഞങ്ങൾക്ക് കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു 690 എന്നുള്ള ലക്ഷ്യം അത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന് മാത്രമായിരിക്കും കൈവരിക്കാനായിട്ടുണ്ടാവുക.
ഇതിൻ്റെ സന്തോഷ സൂചകമായി ഇപ്പോൾ ഓരോ പഞ്ചായത്തിലും പൂർത്തിയായിട്ടുള്ള വീടുകളിൽ നിന്ന് ഓരോ വീടിൻ്റെ താക്കോൽദാനം മെയ് അവസാന വാരം നമ്മളൊരു പരിപാടിയായി ഗുണഭോക്താക്കൾക്ക് ആ താക്കോൽ കൈമാറ്റം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പഞ്ചായത്തിൽ നിന്ന് പണി പൂർത്തിയായ ഒരു വീടിൻ്റെ താക്കോൽദാനം ഒരു ഗുണഭോക്താവിന്, അങ്ങനെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള 8 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് 8 വീടുകളുടെ താക്കോൽദാനം നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഈ 690 എന്നുള്ള ഒരു ഫിഗറിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഞങ്ങളുമായി സഹകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ ഗുണഭോക്താക്കളും തന്നെ അവരുടെ രേഖകളും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ പെട്ടെന്ന് CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും. പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടരുതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. രോഗത്തിന് മുന്നിൽ നിസ്സഹായരായി പോകുന്നവരെ ചേർത്ത് പിടിക്കുക എന്ന നയമാണ് സർക്കാരിന്റെ മുന്നിലുള്ളതെന്നും മന്ത്രി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം മന്ത്രി നാടിന് സമർപ്പിച്ചു. കരിമ്പുഴപ്പുഴയിൽ നീന്തുന്നതിനിടെ മുങ്ങിത്താഴ്ന്ന 15-കാരനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. കരിമ്പുഴ തെരുവിലെ ഗൗതമാണ് തമിഴ്നാട് സ്വദേശിയായ കുട്ടിയെ രക്ഷിച്ചത്. ഗൗതമന് നാടിന്റെ ആദരം. മഞ്ചേരി നഗരത്തിൽ പെർമിറ്റ് എടുത്ത ഓട്ടോകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികൃതർ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റി മെയ് 22-ന് മഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ. നിപ്പ രോഗബാധിതരുമായി പ്രാഥമിക സമ്പർക്കത്തിലുണ്ടായിരുന്ന 2 പേരുടെ സാമ്പിൾ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. ഇതോടെ 75 പേരുടെ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. ഇനി 5 പേരുടെ പരിശോധനാ ഫലം കൂടി പുറത്തുവരാനുണ്ട്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.